നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th ലെവൽ മെയിൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ എക്സാമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ PSC ബുള്ളറ്റിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 50 ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ഒരു മോഡൽ എക്സാമാണ്. അപ്പോൾ ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷൻസും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മോഡൽ എക്സാം എഴുതുന്ന ലാഘവത്തോടു കൂടി തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എക്സാമിലേക്ക് കടക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിക്കുക. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? അപ്പോൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്ക് കൂടി നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് പോകുക കേട്ടോ. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി ഒന്ന് കൗണ്ട് ചെയ്ത് പോവുക. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ശരി ഉത്തരം കിട്ടിയോ? ഏതാണ് ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെടുന്നത്? ഇന്തോനേഷ്യയാണ്. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം ഇന്തോനേഷ്യയാണ്. ഓക്കെ, അടുത്ത് ലിയോപോൾഡ് ബ്ലൂം ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ്? ശ്രദ്ധിക്കുക, ലിയോപോൾഡ് ബ്ലൂം എന്ന് പറയുന്നത് ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ് എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഓപ്ഷൻസ് വായിച്ചല്ലോ. ശരി ഉത്തരമാരാണ്? ജെയിംസ് ജോയ്സ് ആണ് അല്ലേ. ജെയിംസ് ജോയ്സ്, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ജെയിംസ് ജോയ്സിന്റെ കഥാപാത്രത്തിന്റെ പേരാണ് ലിയോപോൾഡ് ബ്ലൂം. ഓക്കെ അല്ലേ. അടുത്തത് സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് എന്തിനെയാണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എന്താണ്? സ്റ്റോക്ക്ഹോം ആണ് അല്ലേ. സമുദ്രത്തിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോമിനെയാണ് സമുദ്രത്തിലെ സുന്ദരി എന്ന് അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്ത വർഷം ഏതാണ്? ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്ത വർഷം ഏതെന്നാണ് നാലാമത്തെ ചോദ്യം. ഓപ്ഷൻ ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1649 ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമനെ ശിരച്ഛേദം ചെയ്തത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏതെന്നാണ് അഞ്ചാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. 1600 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത്. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദി അല്ലാത്തത് ഏതാണ്? ഈ താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ നദി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയല്ലോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. സത്ലജ് ആണ് അല്ലേ. ഉപദ്വീപീയ നദി അല്ലാത്തത് ഏതാണ്? സത്ലജ് ആണ്. ബാക്കിയുള്ള ഗോദാവരിയും കൃഷ്ണ കാവേരിയൊക്കെ എന്താണ്? ഉപദ്വീപീയ നദിയാണ് അല്ലേ. ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ കിഴക്കൻ മലനിര ഏതെന്ന് അറിഞ്ഞാൽ ഉൾപ്പെടാത്തത് ഏതെന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താനായിട്ട് കഴിയും. നമുക്കറിയാം ഇതിൽ ഖാസി ഗാരോ ജയന്തിയ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നതാണ് ഖാസി ഗാരോ ജയന്തിയ. പക്ഷെ അതിനകത്ത് കാരക്കോറം വരത്തില്ല. അപ്പോൾ ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ കാരക്കോറമാണ്. ഉൾപ്പെടുന്നത് ഖാസി ഗാരോ ജയന്തിയാണ്. എട്ടാമത്തെ ചോദ്യം, ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതെന്നാണ് എട്ടാമത്തെ ചോദ്യം. ഏതാണ് ആ ദിവസം? നമുക്കറിയാം, അത് ജൂൺ 21 അല്ലേ. ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം ജൂൺ 21. അടുത്ത ചോദ്യം, ഉഷ്ണജല പ്രവാഹത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഉഷ്ണജല പ്രവാഹത്തിന് ഉദാഹരണം ഏത്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? കുറേഷ്യോ ആണ് അല്ലേ. കുറേഷ്യോ ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇത് കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാം ഏത് ഞാൻ പറഞ്ഞു, ഡിഗ്രി പ്രിലിംസോ ഡിഗ്രി മെയിൻസോ എന്തോന്നിലോ ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉഷ്ണജല പ്രവാഹത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ ഇതിൽ പറയുന്നവയിൽ കുറേഷ്യോ ആണ് കേട്ടോ. അടുത്തത്, എണ്ണൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? വളരെ സിമ്പിളാണ്. എണ്ണൂർ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? നമുക്കറിയാം, അത് തമിഴ്നാടാണ്. ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം. എണ്ണൂർ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്ടിലാണെന്ന് അറിഞ്ഞിരിക്കുക. എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഐക്യരാഷ്ട്രസഭ പ്രമാണം ഒപ്പുവെച്ചതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഐക്യരാഷ്ട്ര പ്രമാണം ഒപ്പുവെച്ചത് എന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ഈ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഐക്യരാഷ്ട്ര പ്രമാണം ഒപ്പുവെച്ചത് എന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഏതാണ്? സാൻ ഫ്രാൻസിസ്കോ ആണ് അല്ലേ. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം
സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഐക്യരാഷ്ട്ര പ്രമാണം ഒപ്പുവെച്ചത്. ഏറ്റവും ആഴം കൂടിയ സമുദ്രം ഏതാണ്? ഏറ്റവും ആഴം കൂടിയ സമുദ്രം ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? വളരെ സിമ്പിളാണ്. ഏതാണ്? പസഫിക് ആണ് അല്ലേ? ഓപ്ഷൻ എ എഴുതിയവർക്ക് ശരി ഉത്തരം പസഫിക് ആണ്. ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ രാജ്യം ഏതാണ്? വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിക്കാൻ കഴിഞ്ഞ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയിൽ ഏതാണ്? അത് ബ്രിട്ടൻ ആണ്. ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത 14ാമത്തെ ചോദ്യം. 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ തുടർന്നുകൊണ്ട് 1956 എത്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു എന്നാണ് ചോദ്യം. അപ്പോൾ 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ തുടർന്നുകൊണ്ട് 1956 എത്ര സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു എന്നാണ് 14ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 14 അല്ലേ? 14 സംസ്ഥാനങ്ങളാണ് 1956 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നത്. ഏഷ്യൻ വികസന ബാങ്കിന്റെ അല്ലെങ്കിൽ ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് 15ാമത്തെ ചോദ്യം. എവിടെയാണ് ADBയുടെ ആസ്ഥാനം? എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. മനിലയാണ് അല്ലേ? മനിലയാണ്. 16ാമത്തെ ചോദ്യം. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര പദ്ധതി? ശ്രദ്ധിക്കുക, ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ സംയുക്ത സംരംഭമാണ് തുംഗഭദ്ര പദ്ധതി എന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ട് ശരി ഉത്തരം കണ്ടെത്തിയേ. ഓക്കെ, ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ്. കർണാടകയും ആന്ധ്രാപ്രദേശുമാണ് അല്ലേ? അപ്പോൾ കർണാടകയുടെയും ആന്ധ്രാപ്രദേശിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണെന്ത്? തുംഗഭദ്ര പദ്ധതി. അടുത്ത ചോദ്യം. ബിഹു ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? വളരെ സിമ്പിളാണ്, നമ്മൾ കേട്ട ക്വസ്റ്റ്യൻ ആണ്. ബിഹു എന്ന് പറയുന്നത് ആസാമിൻ്റെ ആണ് അല്ലേ? അസമിൻ്റെ സംസ്ഥാന നൃത്തമാണ് ബിഹു. 18ാമത്തെ ചോദ്യം. ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. അതാർക്കാണ്? ഹരിവംശ റായ് ബച്ചൻ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ആദ്യത്തെ സരസ്വതി സമ്മാനം ഹരിവംശ റായ് ബച്ചൻ ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് എവിടെയെന്നാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിളാണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. മുംബൈ ആണ് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ കവാടം എവിടെയാണ്? മുംബൈ ആണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി അത് പേരമ്പൂർ ആണ് അല്ലേ? പേരാമ്പൂരിലാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. ട്രെയിനിൻ്റെ ഒക്കെ കോച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി. പേരാമ്പൂരിലാണ്. 2ാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിന് വേണ്ടി മുഗൾ സൈന്യത്തെ നയിച്ചത് ആരാണ്? 2ാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിന് വേണ്ടി മുഗൾ സൈന്യത്തെ നയിച്ചത് ആരെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയല്ലോ. ഏതാണ്? ബൈറാം ഖാനാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ബൈറാം ഖാനാണ് 2ാം പാനിപ്പട്ട് യുദ്ധത്തിൽ അക്ബറിന് വേണ്ടി മുഗൾ സൈന്യത്തെ നയിച്ചത്. ബൈറാം ഖാനാണ്. 22ാമത്തെ ചോദ്യം. മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ്? ശ്രദ്ധിക്കുക, മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലെന്നാണ് 22ാമത്തെ ചോദ്യം. വളരെ സിമ്പിളാണ്. ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് അല്ലേ? ഏറ്റവും ആഴം കൂടിയ പോയിന്റ് ആണ് മരിയാന ട്രഞ്ചിലെ ഡീപ്പ് ട്രഞ്ച്. ഇതെവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ആരാണ്? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയാണ് ആര്? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം ഫാഹിയാൻ ആണ് അല്ലേ? അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയാൻ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതെന്നാണ് നമ്മുടെ 24ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഭൂമധ്യ രേഖയാണ്. ഭൂമധ്യ രേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. ഏതാണ്? ഭൂമധ്യ രേഖയാണ്. അടുത്ത് ബോംഡില ചുരം ഏത് സംസ്ഥാനത്തിലാണ്? ബോംഡില ചുരം ഏത് സംസ്ഥാനത്തിലെന്നാണ് 25ാമത്തെ ചോദ്യം. ബോംഡില എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് അല്ലേ? ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം. ബോംഡില ചുരം അരുണാചൽ പ്രദേശിലാണ്. 26ാമത്തെ ചോദ്യം. ലോക പൈതൃക ദിനം എന്നാണ്. ലോക പൈതൃക ദിനം എന്നാണ് നമ്മുടെ 26ാമത്തെ ചോദ്യം. എന്നാണ്? ഏപ്രിൽ 18 ആണ് അല്ലേ? ഏപ്രിൽ 18 ലോക പൈതൃക ദിനം എന്നാണ്. ഏപ്രിൽ 18. അടുത്ത ചോദ്യം. അർത്ഥശാസ്ത്രം രചിച്ചത് ആരാണ്? വളരെ സിമ്പിളാണ്. ശരി ഉത്തരം മാർക്ക് ചെയ്തല്ലോ. ആരാണ്? ചാണക്യനാണ് അല്ലേ? ചാണക്യനാണ് അർത്ഥശാസ്ത്രം രചിച്ചത്. പൂർണ്ണ കുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ് നടത്തുന്നത്? തെറ്റിക്കുന്ന ചോദ്യമാണ് അല്ലേ? പൂർണ്ണ കുംഭമേള എത്ര വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ തെറ്റിക്കാതെ ഇനി തൊട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
ഉത്തരം 12 ആണ്. പൂർണ്ണകുംഭമേള എത്ര വർഷത്തിലൊരിക്കലാണ്? 12 വർഷത്തിലൊരിക്കലാണ് പൂർണ്ണകുംഭമേള. ഉറൂസ് ഏത് മതക്കാരുടെ ആഘോഷമാണെന്നാണ് നമ്മുടെ 29ാമത്തെ ചോദ്യം. ഉറൂസ് നമുക്കറിയാം അല്ലേ, ഭീമാപ്പള്ളി ഉറൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ആരുടെയാണ്? മുസ്ലിംസിൻ്റെ ആണ് അല്ലേ. ഇസ്ലാം മതക്കാരുടെ ആഘോഷത്തിൻ്റെ പേരാണ് എന്ത്? ഉറൂസ്. ഉറൂസ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൻ്റെതാണെന്ന് അറിഞ്ഞിരിക്കുക. 30ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഏത് വർഷമാണ് ലോക ജനസംഖ്യ 6 കോടി തികഞ്ഞത്? ശ്രദ്ധിക്കുക, ഏത് വർഷമാണ് ലോക ജനസംഖ്യ 6 കോടി തികഞ്ഞത് എന്നാണ് നമ്മുടെ 30ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. കിട്ടിയോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ്. 1999 നമ്മുടെ ലോക ജനസംഖ്യ 6 കോടി തികയുന്നത്. 31ാമത്തെ ചോദ്യം, ഏതാണ് ശരിയായ ജോഡി? അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്? ഒന്ന് നോക്കിയേ. ഇന്ദിരാഗാന്ധി കനാല്, ബിയാസ് സത്ലജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. ബാക്കി 3 തെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ശരി ഉത്തരങ്ങൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയെന്ന് കമൻ്റായിട്ട് പറയുക. ഓക്കെ. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാല്, ബിയാസ് സത്ലജ്. അപ്പോൾ നാഗാർജുന സാഗറും ബക്രാനങ്കലും ഹിരാക്കുണ്ടും ഒന്ന് കണ്ടെത്തിയിട്ട് കമൻ്റായിട്ട് പറഞ്ഞേ. ഓക്കെ. അടുത്ത 32ാമത്തെ ചോദ്യം, ഏതിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? എന്തിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. ആവിയന്ത്രമാണ് അല്ലേ. സ്റ്റീം എഞ്ചിനാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഏത് നദിയിലാണ് ഖോൺ വെള്ളച്ചാട്ടമുള്ളത്? ഏത് നദിയിലാണ് ഖോൺ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ 33ാമത്തെ ചോദ്യം. ഏത് നദിയിലാണ്? കണ്ടെത്താനായിട്ട് കഴിഞ്ഞോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. മെക്കോങ് ആണ് കേട്ടോ. അപ്പോൾ മെക്കോങ് നദിയിലാണ് ഖോൺ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഏത് ഭാഷയിലെ വാക്കാണ് സുനാമി? സുനാമി എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഉടലെടുത്തത്? നമുക്കറിയാം, ജാപ്പനീസ് വാക്കാണ് അല്ലേ. ജാപ്പനീസ് വാക്കാണ് സുനാമി. ഹാർബർ വേവ്സ് അല്ലേ. ഹാർബർ വേവ്സ് അല്ലെങ്കിൽ തുറമുഖ തിരകൾ എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സുനാമിയുടെ മലയാളം വാക്ക് ഹാർബർ വേവ്സ് എന്നാണ്. ജാപ്പനീസ് വാക്കാണ്. 35ാമത്തെ ചോദ്യം, ഒരു നോട്ടിക്കൽ മൈല് എത്ര മീറ്ററിന് തുല്യമാണ്? ഒരു നോട്ടിക്കൽ മൈല് എത്ര മീറ്ററിന് തുല്യമാണ് എന്നാണ് നമ്മുടെ 35ാമത്തെ ചോദ്യം. 1852 മീറ്ററിനാണ് ഒരു നോട്ടിക്കൽ മൈല്. അപ്പോൾ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852, 1852 ആണ് കേട്ടോ. ഒരു നോട്ടിക്കൽ മൈല് 1852. ക്ലിയോപാട്രയെ കഥാപാത്രമാക്കിക്കൊണ്ട് രചന നടത്തിയത് ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ക്ലിയോപാട്രയെ കഥാപാത്രമാക്കിക്കൊണ്ട് രചന നടത്തിയ വ്യക്തി ഈ പറയുന്നവയിൽ ആര് എന്നാണ് നമ്മുടെ 36ാമത്തെ ചോദ്യം. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷേക്സ്പിയർ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഷേക്സ്പിയർ ആണ് എന്ത് ചെയ്യുന്നത്? ക്ലിയോപാട്രയെ കഥാപാത്രമാക്കിക്കൊണ്ട് രചന നടത്തിയത് ഷേക്സ്പിയർ ആണ്. നോർത്ത് അത്ലറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ സ്ഥാപിതമായ വർഷം ഏതെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതിലേതാണ്? 1949 നാറ്റോ. നമുക്ക് നാറ്റോ ഉണ്ട്, സീറ്റോ ഉണ്ട്, സെൻറ്റോ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് 3 കണ്ടുപിടിക്കണം. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്ഥാപിതമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ 1949 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് വനിതകൾക്ക് മാത്രം നൽകുന്നത്? ഏത് അവാർഡാണ് ഈ താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് വനിതകൾക്ക് മാത്രം നൽകുന്നതെന്നാണ് ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? ഏതാണ്? ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ചമേലി ദേവി അവാർഡാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ചമേലി ദേവി അവാർഡാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നത്. ചമേലി ദേവി അവാർഡാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 39ാമത്തെ ചോദ്യം, അജ്ഞത ആനന്ദകരമാകുന്നിടത്ത് ബുദ്ധിമാനാകാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രദ്ധിക്കുക, അജ്ഞത ആനന്ദകരമാകുന്നിടത്ത് ബുദ്ധിമാനാകാൻ ശ്രമിക്കുന്നത് എന്താണ്? മൗഢ്യമാണ് എന്ന് പറഞ്ഞത് ആരെന്നാണ് നമ്മുടെ 39ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരമായിട്ട് വരുന്ന ആരാണ്? തോമസ് ഗ്രേ ആണ് കേട്ടോ. തോമസ് ഗ്രേ ആണ് അജ്ഞത ആനന്ദകരമാകുന്നിടത്ത് ബുദ്ധിമാനാകാൻ ശ്രമിക്കുന്നത് മൗഢ്യമാണെന്ന് പറഞ്ഞത് ആരാണ്? തോമസ് ഗ്രേ ആണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരെന്നാണ് നമ്മുടെ 40ാമത്തെ ചോദ്യം. അതാരാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. വിവേകാനന്ദനാണ് അല്ലേ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഈ പറയുന്നവയിൽ ആരെയാണ്? നമുക്കറിയാം, ഗ്രിഗർ മെൻഡൽ ആണ് അല്ലേ. ഗ്രിഗർ മെൻഡൽ നമ്മുടെ പയർ ചെടിയിലൊക്കെ പരീക്ഷണം നടത്തിയ ഗ്രിഗർ മെൻഡൽ ആണ് എന്ത് ചെയ്യുന്നത്? ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ഐബീരിയൻ എയർലൈൻസ് എന്താണ്? ഐബീരിയൻ എയർലൈൻസ് ഏത് രാജ്യത്താണ് സർവീസ് നടത്തുന്നത്? ഐബീരിയൻ എയർലൈൻസ് ഏത് രാജ്യത്താണ് സർവീസ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? സ്പെയിനിലാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഐബീരിയൻ എയർലൈൻസ് സ്പെയിനിലാണ്.
43ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വ്യവസായത്തിനാണ് അഹമ്മദാബാദ് പ്രസിദ്ധം? അപ്പോൾ നമുക്കറിയാം അഹമ്മദാബാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന എന്താണ്? തുണിമിൽ സമരമാണ് അല്ലേ? അപ്പോൾ പരുത്തി തുണിമില്ലാണ് എന്ത് ചെയ്യുന്നത്? അഹമ്മദാബാദ് പ്രസിദ്ധമായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഹമ്മദാബാദ് പ്രസിദ്ധമായിട്ടുള്ളത് പരുത്തി തുണിമില്ലാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 44ാമത്തെ ചോദ്യം, ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി? ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി എന്നാണ് നമ്മുടെ 44ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. കാവേരിയാണ് അല്ലേ? കാവേരിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി. അടുത്ത, പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏതാണ്? പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ്, മധുരയാണെന്ത് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ നമുക്കറിയാം 206 ആണ് അല്ലേ? 206 അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ഏതാണ്? വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ഏതെന്നാണ് 47. നമുക്കറിയാം ലണ്ടനിലാണ് വിംബിൾഡൺ മത്സരങ്ങൾ നടക്കുന്നത്. സംസ്ഥാന പുനഃസംഘടനയെ തുടർന്നുകൊണ്ട് കേരളം നിലവിൽ വന്ന വർഷം? കേരളം നിലവിൽ വന്നത് ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം? അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1956 എന്ത് ചെയ്യുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുന്നത്. യേശുക്രിസ്തു ക്രൂശിതനായ വർഷം ഏതാണ്? യേശുക്രിസ്തു ക്രൂശിതനായ വർഷം ഏതെന്നാണ് ചോദ്യം. അത് AD 29 അല്ലേ? AD 29 എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തു ക്രൂശിതനാകുന്നത്. 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല ഏതെന്നാണ് 50ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ്? പാലക്കാടാണ് അല്ലേ? പാലക്കാടിലാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ PSC ബുള്ളറ്റിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള 50 ചോദ്യങ്ങൾ വരുന്ന മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ എത്ര മാർക്ക് വാങ്ങാനായി കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയാനായിട്ട് മറക്കരുത്. അതുപോലെ തുടർന്നും ഇതുപോലുള്ള മോക്ക് ടെസ്റ്റും വീഡിയോസിനും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. ഇൻസ്റ്റാഗ്രാമുള്ളവർ എന്ത് ചെയ്യുക? എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ അല്പം താമസിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.